മികച്ച അങ്കണവാടി അധ്യാപികയ്ക്കുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പുരസ്കാരത്തിന് കാസർഗോഡ് ഈസ്റ്റ് എല്ലേരി പഞ്ചായത്തിലെ 25-ാം നമ്പർ അങ്കണവാടിയിലെ ഷൈജി തോമസ് അർഹയായി. ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത് 2002-ലാണ്. 2002 എൻ്റെ വീട് തയ്യേനിയാണ്. അപ്പോൾ തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്തിയടക്കം എന്നൊരു സ്ഥലത്താണ് അംഗനവാടിയിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അവിടെ ഒരു വർഷം ജോലി ചെയ്തു. അതിനുശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ മേടിച്ച് ഞാൻ കാറ്റാങ്കാവല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും എനിക്ക് അവിടുന്ന് കുറച്ചുകൂടെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒഴിവ് വന്നപ്പോൾ, അതായത് 25 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അംഗനവാടിയിൽ ഒഴിവ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് അപേക്ഷ വെച്ചു. അങ്ങനെ എനിക്ക് അവിടെ കിട്ടി. ഇപ്പം ഞാൻ 25-ൽ 20 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അംഗനവാടിയിൽ ഞാൻ വരുന്ന സമയത്ത് 28 കുട്ടികളുണ്ടായിരുന്നു. 28 കുട്ടികൾ. അത് നമുക്ക് അംഗനവാടിയൊന്നും ശരിക്കും ഉണ്ടായിരുന്നില്ല. ഒരു മൃഗാശുപത്രിയുടെ ഒരു പഴയ കെട്ടിടത്തിലാണ് ചെയ്തത്. അപ്പം തുടർന്ന് പിന്നെ വെൽഫെയർ കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹായത്തോടു കൂടിയും പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലം വിട്ടുകിട്ടി. അതോടൊപ്പം തന്നെ കെട്ടിടം നമുക്ക് വെച്ച് തന്നു. നമ്മുടെ അംഗനവാടികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ ആംഗ്യപ്പാട്ടിലൂടെയും കഥകളിലൂടെയും ചിത്രങ്ങളൊക്കെ കാണിച്ചുമൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശരിക്കും നമ്മൾ നിർബന്ധിത പഠനം അംഗനവാടിയിലില്ല. കുട്ടികളെ ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതുപോലെ കുട്ടികളുടെ പലതരത്തിലുള്ള വികാസങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും കൊടുക്കുന്നത്. നമുക്ക് തീമുണ്ട്. തീം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അങ്കണവാടിയെ കേവലം ഒരു പഠന കേന്ദ്രം എന്നതിലുപരി ജനകീയ പങ്കാളിത്തത്തോടു കൂടിയ സജീവമായ ഒരു സാമൂഹിക കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഷൈജി വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. അംഗനവാടിയുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 9:30 മുതൽ 3:30 വരെയാണ്. അപ്പോൾ കുട്ടികൾ രാവിലെ 9:30 മുതൽ വന്നു തുടങ്ങും. അപ്പം അവരെ സ്വീകരിക്കും. അതിനുശേഷം അവരോട് ചെറിയ സൗഹൃദ സംഭാഷണമൊക്കെ ചെയ്യും. പിന്നെ 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥന ചൊല്ലും, എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തീം അനുസരിച്ചാണ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തീം അനുസരിച്ച് ഓരോ മാസവും തീമുണ്ട്. 2 തീം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീം അനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ആദ്യം സ്വതന്ത്ര സംഭാഷണം അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങും. പിന്നെ കളികളായി, പാട്ടുകളായി, പിന്നെ അവരെ കൊണ്ട് ചിത്രങ്ങളൊക്കെ വരപ്പിക്കും, കളറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തീമിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചുക്ക് 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 താളത്തിൽ ടക്ക് 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 മേളത്തിൽ കുതിച്ചു പായും കുണുങ്ങിയോടും തീവണ്ടി നീ എങ്ങോട്ടാ, തീവണ്ടി നീ എങ്ങോട്ടാ, ഹിമാലയത്തിൽ പോവാനോ ഹിമവാനെ കണി കാണാനോ, പതഞ്ഞു പൊങ്ങി നൃത്തം വയ്ക്കും ഗംഗയെ കണി കാണാനോ, ഗംഗയെ കണി കാണാനോ. ഫെബ്രുവരി ലാസ്റ്റോടെയാണ് പിന്നെ നമുക്ക് ഈ വാർഡിനെ കിട്ടി എന്നുള്ളൊരു വിവരം കിട്ടിയത്. കേട്ടപ്പം ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ അവാർഡ് കിട്ടുക, ഈ അംഗനവാടി വർക്കർക്കുള്ള ബെസ്റ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്. കാരണം എൻ്റെ 23 വർഷത്തെ ഈ സർവീസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് ഞാനിത് കാണുന്നു. ഇതിൽ കൂടുതലൊന്നും നമുക്ക് കിട്ടാനില്ല. ഒരു നല്ല വർക്കർ എന്നുള്ളൊരു ബഹുമതിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അവാർഡ് നൽകിയത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. നമ്മളൊരു 37 അംഗനവാടി വർക്കേഴ്സ് ഉണ്ടായിരുന്നു ബെസ്റ്റ് അംഗനവാടി വർക്കറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം. കുട്ടികളോട് കൂടെ കൂടുമ്പോഴാണ് ഹാപ്പി. അതായത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സന്തോഷം തന്നെ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ സന്തോഷമാണ് നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നേരത്തെ
കാസർഗോഡ് ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള ബർണക്കോട്ട് പുരസ്കാരവും ഈ സ്ഥാപനത്തെ തേടിയെത്തിയിരുന്നു. ഷൈജി തോമസിന്റെ ക്രിയാത്മകമായ നേതൃപാഠവും തന്നെയാണ് അങ്കണവാടിയെ തുടർച്ചയായ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്.